ഇപ്പോൾ ശ്യാം കുമാർ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ഈ ശ്യാം കുമാർ ആണ് ഈ വീഡിയോ എടുത്തത്. ആ വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചരിക്കുന്നത്. ശ്യാം, ഈ വീഡിയോ എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? ഞാൻ പറഞ്ഞോട്ടെ. ഹലോ, പറഞ്ഞോളൂ ശ്യാം. എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ റിപ്പോർട്ട് പറഞ്ഞ ഒരു കാര്യം തെറ്റാണ്. ഈ ചെറുപ്പക്കാരൻ മദ്യപിച്ചിട്ട് വരുന്നതാണ് പ്രശ്നം പറയുന്നത് തെറ്റാണ്. കാരണം എനിക്ക് കുടുംബമായിട്ട് 25 വർഷത്തിൽ കൂടുതലുള്ള പരിചയമുണ്ട്. കാരണം ഇവരുടെ രണ്ടിന്റെയും രണ്ടാം വിവാഹമായിരുന്നു. ഏകദേശം ഒരു 7-8 വർഷത്തിനകത്തായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 2 കുട്ടികളുണ്ട്. ഈ സ്ത്രീയുടെ പ്രശ്നം പറഞ്ഞാൽ ഇവർ മെന്റൽ ഒന്നുമല്ല, ഇവർ ബോൺ ക്രിമിനലാണ്. ഇവർക്ക് സ്വഭാവ വൈകൃതമുണ്ട്. ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് പറയുന്നത്. കാരണം ആദ്യത്തെ കുട്ടി ജനിച്ച ഏകദേശം 2 മാസം ആകുമ്പോഴത്തേന് ഇവര് കത്തി എടുത്തിട്ട് ഈ പയ്യന്റെ കാലയിൽ എറിഞ്ഞിട്ട് കാലയിൽ നരമ്പ് കട്ടായിട്ട് അന്ന് രാത്രി 10-11 മണിക്കാണ് വിളിച്ചത്. ഞാൻ ചെല്ലുമ്പോൾ ആ അടുക്കളയിൽ മുഴുവൻ ബ്ലഡ് കെട്ടിക്കിടക്കും. അതിന്റെ BP ലോ ആയിട്ട് ഞാൻ അന്ന് മരിച്ചുകൊണ്ടേ ഞാൻ അന്ന് അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. കരുനാഗപ്പള്ളി വല്ലത്ത് ഹോസ്പിറ്റലിൽ മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. ഇത് ഫേക്കായിട്ട് കാണുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇവര് സ്ഥിരം പ്രശ്നം ഉണ്ടാക്കും. നാട്ടുകാരുള്ള പ്രമുഖ ആൾക്കാർ, വാർഡ് മെമ്പർ, അതുപോലെ പോലീസിന് നിരന്തരം തലവേദനയാണ് സ്ത്രീ. പക്ഷെ ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു വരുന്ന സ്ത്രീകൾ പറയുന്ന മാത്രം പ്രശ്നം ഇതും പ്രശ്നക്കാരായിട്ട് പറയും. അങ്ങനെ എവിഡൻസ് ഇല്ലാതെ പോലീസിന് കൃത്യമായി നടപടി എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പ്രശ്നങ്ങൾ ഉണ്ടാക്കും, മധ്യസ്ഥർ ഇടപെടും, അല്ലെങ്കിൽ പോലീസ് ഇടപെടും, അത് ഒത്തുതീർപ്പായി പോകും. അങ്ങനെ അതായത് ഇതുമായി ബന്ധപ്പെട്ട മുൻപും പരാതിയുമൊക്കെയായി പോലീസിന്റെ മുൻപിൽ എത്തിയിട്ടുണ്ട്. അതായത് റിട്ടേൺ അല്ല, ഓരോ കംപ്ലൈന്റ്. അറിയാമല്ലോ, പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ആ സിസ്റ്റത്തെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഇതിനകത്ത് ചെയ്യുന്ന ലിമിറ്റേഷൻസ് ഉണ്ട്. ഇന്ന് ഈ നടപടിയിലേക്ക് കൃത്യമായിട്ട് പോകാൻ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് പോലീസ് നടപടി എടുത്തുകൊണ്ട് FIR-നകത്ത് കൃത്യമായിട്ട് സെക്ഷൻ വന്നിട്ടുണ്ട്. ഒരു വീഴ്ച അതിനകത്ത് വന്നിട്ടില്ല. അപ്പൊ അത് വരാനുള്ള കാരണം പോലീസിനെ നമ്മൾ സഹായിക്കുന്ന രീതിയിൽ അവർക്ക് എവിഡൻസ് കൊടുക്കണം. അല്ല വെറുതെ ഒരു പരാതി മാത്രം കിട്ടത്തുകൊണ്ട് കാര്യമില്ല. ഇതിലെ ഈ യഥാർത്ഥ വസ്തു എന്ന് പറഞ്ഞാൽ 2 പേരും വെൽ സെറ്റിൽഡ് ആണ്. ഈ വീട്ടിൽ അമ്മയുടെ ശ്യാം എങ്ങനെയാണ് ഈ വീട്ടിൽ പോയിരുന്ന സമയത്താണ് എങ്ങനെയാണ് ഈ വീഡിയോ എടുക്കാൻ ശ്യാമിന് കഴിഞ്ഞത്? ഇതിന്റെ വ്യക്തത പറഞ്ഞാൽ ഈ സ്ത്രീ നോർത്ത് ഇന്ത്യൻ സെറ്റിൽഡായിരുന്നു, ബോംബെ സെറ്റിൽഡായിരുന്നു. ഇവർ ജനിക്കുന്ന വളർന്നല്ല അവിടെയാണ്. ഇവർക്കൊരു ബ്രദർ ഉണ്ടായിരുന്നു, ബ്രെയിൻ ട്യൂമർ ഒന്നും മരിച്ചു. ഇവരുടെ അച്ഛനൊന്നും ജീവിച്ചിട്ടുണ്ട്. കായംകുളത്ത് നല്ല രീതിയിൽ എന്റെ നിലയ്ക്ക് നല്ല വീടും ചുറ്റുപാടും എല്ലാം ഉള്ളതാണ്. ഇവര് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇതിനൊന്നും എവിഡൻസ് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് ദേശീയ വനിതാ കമ്മീഷൻ വിളിച്ചിട്ട് പറയും ഇവരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയും. അപ്പം ഒരു കംപ്ലൈന്റ് വരും, അല്ലെ പോലീസ് ഇടപെട്ട് ആരെങ്കിലും വന്ന് നോക്കുമ്പം വാദി പ്രതിയാവുന്ന രീതിയാണ് നിലവിലുണ്ടായിരുന്നത്. അതൊക്കെ ഇവർ കാണിക്കുന്നതിന് ഒന്നും തെളിവില്ല. ബാക്കി ഇപ്പൊ പുറമെ പറയുന്ന സ്ത്രീകൾ പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യം മുന്നേറെ പല വ്യക്തമായപ്പോഴത്തേക്കും ഇവരുടെ കൂട്ടത്തുകൾ, അമ്മയുടെ സ്വത്തുക്കൾ വിറ്റിട്ട് ഇവരുടെ പേരിൽ വീട് വാങ്ങിക്കണം, അവർക്ക് വലിയ വീട് വാങ്ങിച്ച് അവരുടെ വീട്ടിലേക്ക് അവർക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് അതുവരെ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇവര് ഈ പയ്യനെ ഭർത്താവിനെ പുറത്താക്കിയിട്ട് അവന്റെ ഡ്രസ്സും കിടക്കുന്ന നെത്തയും എല്ലാം പുറത്താക്കിയിട്ട് ഈ സംഭവം നടക്കുന്ന തലേ ദിവസം കഥ കടച്ചു. അപ്പൊ ഞാനാണോ ഇതെല്ലാം സാക്ഷിയാണ്. ഞാൻ പറഞ്ഞ അവരെ അവന്റെ വീട്ടിൽ കിടക്കാൻ അനുവദിക്കുന്നു. ഇത് ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ളത് അവന്റെ ഭരണഘടന ഉറപ്പുന്നതിന് അവകാശത്തിന്റെ ലംഘനമാണ്. അവന്റെ വീട്ടിൽ കിടക്കണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയോ. അങ്ങനെ ഇവിടെ കേട്ടില്ല. ഇവര് കഥവടച്ച് കയറി കിടന്നല്ലാതെ അന്ന് യഥാർത്ഥ പോലീസിനെ വിളിച്ച് ഒരു ദിവസം കയറ്റാൻ പോവാന്ന് ഞാൻ പറഞ്ഞിട്ട് സംബന്ധിച്ചിലും പറഞ്ഞ് പോട്ടെ വിശ്വാസണ്ടാന്ന് പറഞ്ഞു. തൊട്ടടുത്ത ദിവസം ഈ രാവിലെയാണ് വിഷയങ്ങൾ എടുത്തിട്ടുള്ളത്. അത് ഇത് മാധ്യമങ്ങൾ പറഞ്ഞു 1 വർഷം 2 വർഷമൊന്നുമില്ല, നിരന്തരം പ്രശ്നങ്ങൾ ഇതേപോലെ ഉണ്ടെങ്കിലും പക്ഷേ എവിഡൻസ് ഇല്ല. അന്ന് ഉച്ചയ്ക്ക് ഈ പയ്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് തിരികെ വരുമ്പോൾ ഈ അമ്മയെ കൂടി വീടിന്റെ കഥകളെല്ലാം ചവിട്ടി പൊളിച്ച് നശിപ്പിച്ച് ഈ അമ്മ എടുത്തിട്ട് അടിച്ച് വീടിന് വെയിലാക്കി ഈ ഡോറും അടയ്ക്കുമ്പോഴാണ് ഇത് വിഷയം വീണ്ടും രൂക്ഷമായി. ഞാൻ പോലീസിനെ വിളിച്ച് പോലീസ് കൃത്യമായ സ്ഥലത്ത് വന്നു. ഞങ്ങളിവരെ GO അവരുടെ മുമ്പിൽ ഹാജരാക്കി അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്തു. അതിന് 3 സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് നമ്മൾ കൃത്യമായിട്ട് റിട്ടേൺ കംപ്ലൈന്റ് കൊടുത്തു. പോലീസ് നടപടി എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിനകത്ത്. ഇതിന് മുമ്പ് ഈ പയ്യൻ തൂങ്ങിച്ചാകാൻ കയറിയാണ് ഇവിടെ വിഷയങ്ങളുണ്ട്. അന്ന് ഇവിടെ മൊബൈൽ കളിക്കാൻ പിടിക്കുകയാണ്. അവിടെ ആ ജോലിക്കാരി ഉണ്ടായത് മാത്രമാണ് അന്ന് അവൻ രക്ഷപ്പെട്ടത്. അവരുടെ വീട്ടിൽ 2 കാറുണ്ട്. ഇവര് വാങ്ങിച്ചു കൊടുത്താൽ ഒരു കാർ ഇത് പ്രത്യേകം വാങ്ങിച്ചു കൊടുത്തത് ഇവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഓട്ടോമാറ്റിക് കാർ. അവിടെ അവന് ശ്യാം തന്നെ ഈ വീട്ടിൽ പോയ സമയത്ത് വീഡിയോ എടുക്കുകയായിരുന്നു ഇത്. കാരണം എവിഡൻസ് വേണ്ടേ? എനിക്ക് മനസ്സിലായി ഇവള് പ്രൂഫറാണ്. അതുപോലെ വേറൊരു കാര്യം, അന്ന് രാത്രി ഇവരെ ഹോസ്പിറ്റലൈസ് ചെയ്ത് തിരിച്ചു വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇവള് വീട്ടിൽ കയറ്റത്തില്ല. വീട് കൂട്ടിയിട്ട് അകത്ത് വന്നിട്ട് ഇവള് പറയാൻ കേസ് കൊടുത്തു. ഞാൻ വീട്ടിൽ കിടത്തില്ല, എന്റെ വീട് എനിക്ക് മക്കളും സർവ്വസ്വാതന്ത്ര്യത്തിൽ താമസിക്കണമെന്ന്. അങ്ങനെയാണ് വീണ്ടും പോലീസിനെ ബന്ധപ്പെട്ട് പോലീസ് സ്പോട്ടിൽ വന്ന് വീട് ഉറപ്പിക്കുമ്പം 6 വയസ്സ് കഴിഞ്ഞിട്ടില്ലാത്ത പൊടിക്കുഞ്ഞിനെ മൊഴി പഠിപ്പിച്ചിട്ട് അത് പുറത്തോട്ട് വന്നാലും പറയുന്നത് പപ്പ എന്നെ ലൈംഗികമായി പീഡിപ്പിക്കുക. അത് പോലും കൃത്യമായിട്ട് പറയാനൊന്നും അറിയിട്ടില്ല. പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ പറഞ്ഞ അവനെ പുറത്തു വേണ്ടി ആദ്യം കൊടുക്കാൻ നോക്കി. വന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാര്യം മനസ്സിലായതും അവർ ഇന്റലിജന്റ് ആയതും ഞാൻ അതിനെ പോലീസ് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇതൊന്നും അറിയാവുന്നതുകൊണ്ടും അത് അവിടെ വെച്ച് പോയില്ലെന്നുണ്ടെങ്കിൽ വാദി പ്രതി അവനകത്ത് കാണുന്നത്.
തീർച്ചയായും ശരി. ശ്യാം കുമാർ വ്യക്തമാണ്. ഏതായാലും ഒരു തെളിവ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് താങ്കൾ വീഡിയോ എടുത്തത്. അതെന്തായാലും വലിയ ഉപകാരപ്രദമായി. പ്രത്യേകിച്ച് അമ്മയുടെ കാര്യത്തിൽ വളരെ ക്രൂരമായ രീതിയിലാണ് അവരെ മർദ്ദിക്കുന്നത്. ഇതടക്കമുള്ള തെളിവുകൾ ഈ കേസിൽ ഗുണകരമാകുമെന്ന് തന്നെയാണ്. ലിജോയിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ലിജോ, ഈ ഭർത്താവിനെയും സ്ഥിരമായി മർദ്ദിക്കാറുണ്ട് എന്ന് പറയുന്നു. അത് അദ്ദേഹം മദ്യപിക്കുന്ന ഒരു സ്വഭാവമുള്ള ആളാണെന്ന് ലിജോ പറയുന്നുണ്ട്. പക്ഷേ സുഹൃത്ത് പറയുന്നത് അങ്ങനെയല്ല. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ ഉണ്ടാവുന്നത്? ജിൽസി, ശ്യാം പറഞ്ഞ കാര്യത്തെ അംഗീകരിക്കുന്നു. ആ മാതാവ് പറഞ്ഞൊരു കാര്യം ഇതാണ്. ഈ പല തർക്കങ്ങളുടെയും കാരണമായി അവർ പറയുന്നത് തന്നെയാണ് ഈ വസ്തു ഈ 2 ചെറുമക്കളുടെ പേരിൽ എഴുതി കൊടുത്തതാണ്. അതിന് കാരണമായി മാതാവ് പറഞ്ഞതാണ് ഇത്തരത്തിൽ ഇവൻ ചെറിയ രീതിയിൽ മദ്യപിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത സുഹൃത്ത് അക്കാര്യം പറഞ്ഞെങ്കിൽ അതിനെ പൂർണ്ണമായി അംഗീകരിക്കുകയും ചെയ്യുന്നു. ആ ശ്യാം പറഞ്ഞോട് ഒരു കാര്യം കൂടെ, ഈ 2 കുടുംബവും വലിയ രീതിയിലുള്ള സാമ്പത്തിക മെച്ചപ്പെട്ട അവസ്ഥയിൽ താമസിക്കുന്നവരാണ്. അവിടെയാണ് ഇത്തരത്തിൽ നല്ല രീതിയിൽ താമസിക്കേണ്ട ഒരു വീട്ടിലാണ് ഈ മാതാവിന് ആണെങ്കിൽ തന്നെയും അവരുടെ കുടുംബവും 2 കുടുംബവും നല്ല രീതിയിൽ താമസിക്കാൻ തക്ക സാമ്പത്തിക ശേഷിയുള്ള കുടുംബത്തിലെ അംഗങ്ങളാണ് ഇത്തരത്തിലൊരു പ്രശ്നമുണ്ടാവുകയും ആ മാതാവിന് ഇപ്പോൾ അതിക്രൂരമായി മർദ്ദനമേൽക്കുകയും ചെയ്തത്. ശ്യാമിനെ പോലുള്ള ഒരു വ്യക്തി അതിന് മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് ആ ദൃശ്യങ്ങൾ ഇപ്പോൾ പകർത്തി പുറത്തേക്ക് വരികയും പോലീസിന് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ കഴിഞ്ഞത്. ശരി. ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിയത്. ഭർത്തൃമാതാവിനെ മർദ്ദിച്ച മഞ്ജുവിനെതിരെ പോലീസ് വധശ്രമം അടക്കമുള്ള കേസുകൾ ചുമത്തി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. മാത്രമല്ല അതിനുപോൽപാലകമായ എല്ലാ തെളിവുകളും ഉണ്ട് എന്നുള്ളത് കൂടി ഈ കേസിനെ ബലപ്പെടുത്തുന്നതുമാണ്.